ഇന്ന് ചിങ്ങ 1. മലയാള പുതുവർഷത്തിൻ്റെ തുടക്കമാണ് ചിങ്ങ 1. കൊല്ലവർഷത്തിൻ്റെ ആദ്യത്തെ മാസവും കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യത്തോടും ഓണക്കാലത്തിനടുത്ത് നിൽക്കുന്ന മാസമാണ് ചിങ്ങമാസം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്കും ചിങ്ങത്തെ വരവേൽക്കാം. എൻ്റെ ഹാർലക്കുട്ടൻ്റെ ആദ്യത്തെ ഓണമാണത്. അപ്പോൾ ഞാൻ ഹാർലക്കുട്ടനും കൂടെ ചിങ്ങത്തെ വരവേൽക്കാനായിട്ട് ക്ലീനിങ് തുടങ്ങി. അതായത് കർക്കിടകം ലാസ്റ്റ് വൈകിട്ട്. അപ്പോൾ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ എല്ലാം ക്ലീൻ ചെയ്യും. അതായത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുമെങ്കിലും നമ്മൾ ഈ കർക്കിടകത്തിൽ അവസാനമാകുമ്പം വീട്ടിലെ എല്ലാ പാത്രങ്ങളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുറത്തെടുത്ത് എല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു. മുറ്റവും ഒക്കെ അങ്ങനെ എല്ലാം വൃത്തിയാക്കുമായിരുന്നു. മുറ്റത്ത് പുല്ലുകളൊക്കെ പറിച്ച് കളഞ്ഞും അങ്ങനെ തൂത്തും എല്ലാം വൃത്തിയാക്കി മൊത്തത്തിൽ ക്ലീൻ ചെയ്യുമായിരുന്നു. അത് കണക്ക് വീട്ടിലെ എല്ലാ സാധനങ്ങളും എല്ലാം പുറത്തെടുത്ത് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിട്ട്, പണ്ടൊക്കെ ഇത് നമ്മൾ പുറത്ത് കൊണ്ട് കളയാനായിട്ട് അമ്മ ഇങ്ങനെ തന്നു വിട്ടിട്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെ പിന്നെ അകത്ത് കയറത്തുള്ളൂ. പണ്ട് ഭയങ്കര ആചാരമായിട്ടായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. വീടെല്ലാം ഇങ്ങനെ കിച്ചണും എല്ലാ സ്ഥലവും ഞങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത്, ഞാൻ ഹാർലക്കുട്ടനുമായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് ചിങ്ങ 1 രാവിലെ എഴുന്നേറ്റ് ഞാൻ കുളിച്ചു. ഒരു ഹാർലക്കുട്ടൻ ഇവിടെ എന്നെ കാത്തിങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ പിന്നെ കുളിച്ചിട്ട് പോയി. ആദ്യം വിളക്ക് കത്തിക്കാനായിട്ട് പോയി. വിളക്കൊക്കെ തലേന്നേ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്ക് എളുപ്പം അതൊക്കെ ഒന്ന് തുടച്ച്. അപ്പോൾ ഹാർലക്കുട്ടൻ എൻ്റെ പുറകെ തന്നെ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കിണ്ടിയിൽ വെള്ളമൊക്കെ മാറ്റി വിളക്കെല്ലാം ഇങ്ങനെ ഒന്നുകൂടെ തുടച്ചൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പൂ പറിക്കാനായിട്ട് പോയി. അപ്പോൾ പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ അത് ഞാൻ ഹാർലക്കുട്ടനെ കാണിക്കാനായിട്ടാണ് പേപ്പറിൽ ഇങ്ങനെ കുമ്പിൾ കുത്തി പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ വിളക്ക് കത്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഹാർലക്കുട്ടനെ ഞാനിങ്ങനെ നമസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടെ അവൻ വന്നിങ്ങനെ കുമ്പിട്ട് നമസ്കരിക്കും. അത് അവൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കുറിയൊക്കെ ഇട്ടിട്ട് അവന് കൈനീട്ടം കൊടുത്തു. പണ്ടിങ്ങനെ കൈനീട്ടം ഒരു ഭയങ്കര സംഭവമായിരുന്നു. ഇങ്ങനെ ചിങ്ങത്തിൽ കൈനീട്ടം ഞങ്ങളിങ്ങനെ ഓരോരുത്തടുത്ത് 1-ാം തീയതി കയറാൻ പോവും. അവിടെ നിന്നൊക്കെ ഇങ്ങനെ പൈസ കിട്ടുമായിരുന്നു. ഇതിപ്പം എനിക്ക് ഹാർലക്കുട്ടനേ ഉള്ളൂ ഇപ്പോൾ കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഹാർലക്കുട്ടനത് കൊടുത്തു. അവൻ എന്തുവാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാനൊക്കെ പണ്ട് ഒരുപാട് വീടുകളിൽ ഇങ്ങനെ പോകുമായിരുന്നു 1-ാം തീയതി കയറാനായിട്ടൊക്കെ. അപ്പോഴിങ്ങനെ പൈസയൊക്കെ കിട്ടും. ഇങ്ങനെ ഹാർലക്കുട്ടൻ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഹാൾക്കുട്ടൻ്റെ കയ്യിൽ ആ കൈനീട്ടം വെച്ചു കൊടുത്ത് ഹാൾക്കുട്ടൻ എഴുന്നേറ്റപ്പോൾ തറയെ വീണു. അപ്പോഴവ നോക്കുമായിരുന്നു എന്തുമായിരുന്നു എന്ന്. ഓണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ഓണവില്ല് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കറിയാമോ ഈ ഓണവില്ലിനെ കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ വീട്ടിലിപ്പോൾ ഓണവില്ല് കിട്ടിയിട്ട് ഒരു 10-12 വർഷത്തോളമായി കാണും. ചിങ്ങ 1 കാർഷിക വിളകളുടെ കൂടെ ഒരു ദിവസമല്ലേ. അപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഒരു പപ്പായ മരം കൂടെ കണ്ടു. അതിൽ പിടിച്ച പപ്പായയാണ് ഞങ്ങളും പിച്ചി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുന്നേ ചിങ്ങ 1 കുറിച്ചുള്ള. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.